ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് അല്ലെങ്കിൽ സ്മാൾ സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് പറഞ്ഞത്. അഥവാ നമ്മൾ ഈ പ്രൈമറി സൊസൈറ്റി എന്ന് പറയുന്നത് പാക്സ് വന്നത് പല ട്രാൻസ്ഫോർമേഷൻസുകളിലൂടെയാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പല ഇതായിട്ട്, അഥവാ ആദ്യം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് വന്നാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കേട്ടോ. ഇത് അതിൻ്റെ രണ്ടാം ഘട്ടമാണ്. പിന്നെ ഇത് മാറിയിട്ട് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസായി. അത് 1956 ആ കാലഘട്ടത്തിലാണ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസായി. വീണ്ടും അത് മാറിയിട്ട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസായി. അത് 1958 കാലഘട്ടത്തിലാണ് വന്നത്. പിന്നെ ലാസ്റ്റാണ് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റീസ് FSS എന്ന് പറയുന്ന ഭാഗം വന്നത്. അപ്പോൾ ഇന്നത്തെ നിലയിലുള്ള പാക്സ് എന്ന് പറയുന്ന ഇത് വന്നത്, ഇന്ന് നമ്മൾ കാണുന്ന പാക്സ് എന്ന് പറയുന്ന ഇത് വന്നത് പല ട്രാൻസ്ഫോർമേഷൻസുകൾ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കുറേ കമ്പനികളൊക്കെ അറേഞ്ച് ചെയ്ത ആ കമ്മിറ്റികളൊക്കെ 1904 കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതിനുശേഷം അങ്ങനെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിന് ഒരുപാട് അപാകതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അതിൻ്റെ വേറൊരു രൂപമാണ് പിന്നെ വന്ന മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് അഥവാ MPCS എന്ന് പറയുന്നത്. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പറയുക, അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ MPCS വന്നത് എങ്ങനെയാണെന്നും അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ അത് എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ്. ഒരു സ്മാൾ സൈസ്ഡ് സൊസൈറ്റി തന്നെയാണ് ഇതും. ഇത് ഒറ്റയ്ക്ക് മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ സമ്മതിച്ചു. എക്കണോമിക് ഡിപ്രഷൻ ഓഫ് 30s മെയ്ഡ് ദ സിറ്റുവേഷൻ വോസ്. 30s സിറ്റുവേഷൻസിലുണ്ടായ എക്കണോമിക് ഡിപ്രഷൻസിനെയൊക്കെ ഒരു വിധത്തിൽ നല്ല രീതിയിൽ എന്ത് ചെയ്തു ഈ മേഖലയിൽ കൊണ്ടുവന്നു. There was a growing demand that the cooperative societies should serve the villagers by meeting all their requirements along their credit needs. Such a public pressure lead to formation of multi-purpose cooperative society. അപ്പോൾ multi-purpose cooperative societies എന്ന് പറയുന്നത് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ മൾട്ടിപർപ്പസ് അവരുടെ ക്രെഡിറ്റ് നീഡ്സുകൾ എന്ത് ചെയ്യുക, സാറ്റിസ്ഫൈ ചെയ്യുക. അതർ ആക്ടിവിറ്റീസ് ഡെയിലി ലൈഫിനെ അവർ എഫക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ബിസിനസ് ഓഫ് ഓൾ ക്ലാസ്സസ് പീപ്പിൾ സച്ച് ആസ് സപ്ലൈ സീഡ്സ്, ഇതൊക്കെയാണ് അവർ മൾട്ടിപർപ്പസ് സൊസൈറ്റി പറഞ്ഞാൽ മൾട്ടി പർപ്പസ് ആണ്. ഒരുപാട് പർപ്പസസുകളുണ്ട്. ഒരു പർപ്പസ് എന്ന് മാത്രമല്ല അവർക്കുള്ളത്, ഒരുപാട് പർപ്പസസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ പർപ്പസസ് എന്നുള്ളതാണ് പറയുന്നത്. മെയിനായിട്ട് ദാറ്റ് എഫക്റ്റ് ദ ഡെയിലി ലൈഫ് ആൻഡ് ബിസിനസ് ഓഫ് ഓൾ ക്ലാസ്സസ് ഓഫ് പീപ്പിൾ സച്ച് ആസ് സപ്ലൈ ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ്, കൺസ്യൂമർ ഗുഡ്സ്, ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ്, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡ്യൂസേഴ്സ് എക്സെട്ര. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്, ഒരു മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് ചെയ്തത് ഫോർമേഷൻ വന്നത്. ദ സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് നമ്മൾ പറയുക. 1912 അഥവാ സ്മാൾ സൈസ്ഡ് സൊസൈറ്റിക്ക് ഒരുപാട് ഈ പറഞ്ഞ ഒരുപാട് അപാകതകൾ ഉണ്ടായപ്പോഴാണ് അവരെന്ത് ചെയ്തത് മൾട്ടിപർപ്പസ് സൊസൈറ്റി വേണം എന്നുള്ളത്. ഒരു സ്മാൾ സൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ സോളി ആസ് എ മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ തന്നെ അവരെന്ത് ചെയ്തിരുന്നില്ല, അതർ റിക്വയർമെൻറ്റ്സ് എല്ലാ റിക്വയർമെൻറ്റ്സുകളും അവർ ഡിഡ് നോട്ട് ടേക്ക് മച്ച് ഇൻട്രസ്റ്റ് ഇൻ മീറ്റിംഗ് ദ വേരിയസ് അതർ റിക്വയർമെൻറ്റ് ഓഫ് മെമ്പേഴ്സിൻ്റെ അതർ റിക്വയർമെൻറ്റ്സ് ഒന്നും അവർ മീറ്റ് ചെയ്തിരുന്നില്ല. അതേപോലെ തന്നെ അവർ എക്കണോമിക് ഡിപ്രഷൻ കാലത്ത് അവർ വോഴ്സായി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരുപാട് അപാകതകൾ എന്ത് ചെയ്തു വന്നപ്പോഴാണ് ഇവരെന്ത് ചെയ്തത് ഈ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ സപ്ലൈ ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസർ, അതും കൂടെയൊക്കെ കൂട്ടി ഇതിൽ കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യം വന്നത്. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ഒന്നും കൂടി ഇഫക്റ്റീവായിട്ടൊരു നിലയിൽ കൊണ്ടുവന്നാണ് 1912 മൾട്ടിപർപ്പസ് സൊസൈറ്റി. The formation of multi-purpose society cooperates for further momentum during vast period by making arrangement of distribution agricultural inputs. അഗ്രികൾച്ചറൽ ഇൻപുട്സുകളുടെ അറേഞ്ച്മെൻറ്റുകളും
ഒക്കെ ചെയ്തു. കളക്ഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഹെൽപ്പ് ദം ഇൻ ദെയർ പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, കോപ്പറേറ്റീവ് പ്ലാനിങ്, കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1945. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അണ്ടർ ദ ചെയർമാൻ, ഇതിൻ്റെ ചെയർമാൻ ശ്രീ ആജി സാരയ്യ എന്ന് പറയുന്ന ഒരാളായിരുന്നു. SARAIY പേരിൻ്റെ ഇത് പറഞ്ഞതാണ് സ്പെല്ലിങ്. During 1914, the RBI also emphasized the need for the reformation and reorganization of primary credit societies into multi-purpose society. The Economic Program Committee appointed AICC in 1948 also recommended the formation of multi-purpose cooperative society. അങ്ങനെ നമ്മുടെ സ്മോൾ സ്കെയിൽ സൊസൈറ്റി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിന് ഒരുപാട് അപാകതകൾ ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയിട്ട് നിലവിൽ വന്ന സൊസൈറ്റിയാണ് മൾട്ടി പർപ്പസ് സൊസൈറ്റീസ്. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ് നോട്ട് ഓൺലി ക്രെഡിറ്റ് ബട്ട് ആൾസോ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് എഫക്ട്സ് ദ ഡെയിലി ലൈഫ് ആൻഡ് ബിസിനസ് ഓഫ് ഓൾ കാസ്റ്റ് ഓഫ് പീപ്പിൾ സച്ച് ആസ് സപ്ലൈ ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസർ, അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, MPCS പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് MCCSൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്? ഒന്നുമില്ല, ടു പ്രൊവൈഡ് എ ക്രെഡിറ്റ് റിക്വയർഡ് ഫോർ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിലെ ക്രെഡിറ്റ് കൊടുക്കുക, ടു ഡിസ്ട്രിബ്യൂട്ട് എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ്, ക്ലോത്ത്, ഗ്രോസറി, കെറോസിൻസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ് സച്ച് ആസ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, നമ്മുടെ വളങ്ങളും അതൊക്കെയാണ് ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സൊക്കെ, കാറ്റിൽ ഫീഡ്സ് കൊടുക്കുക, അതൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ടു അറേഞ്ച് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡ്യൂസേഴ്സിനുള്ള ലോക്കൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ നടക്കുക, പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള പ്രവർത്തനം കൊടുക്കുക. അതേപോലെ തന്നെ ടു പ്രൊമോട്ട് സബ്സിഡി ഒക്യുപ്പേഷൻസ് ലൈക്ക് പോൾട്രി ഫാമിങ്, ഡയറി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. ടു ആക്ട് ആസ് എ മിൽക്ക് കളക്ടിങ് സെൻറ്റർ എന്നുള്ളൊരു സെൻറ്ററായിട്ട് സൊസൈറ്റിക്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. പിന്നെ MPCCക്ക് അതേപോലെ തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ മെമ്പേഴ്സ് വിൽ മോർ ലോയൽ ഇൻ ദ സൊസൈറ്റി സിൻസ് ഓൾ ദെയർ റിക്വയർമെൻറ്റ്സ് ആർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ സിംഗിൾ സൊസൈറ്റി. അതതിൽ മെമ്പേഴ്സൊക്കെ വളരെ വിശ്വസ്തമായിരുന്നു. കാരണം ഇതിൽ തന്നെ ഒരു സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഒരുപാട് കർഷകരുടെ ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടിയിരുന്നു. അതേപോലെ തന്നെ ആൾ കൈൻഡ്സ് ഓഫ് സർവീസ് ബോത്ത് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് സർവീസസുകളൊക്കെ എന്ത് ചെയ്തിരുന്നു, ഇതിൽ കർഷകർക്ക് നൽകിയിരുന്നു. അതേപോലെ തന്നെ സിംഗിൾ MCC പീപ്പിൾ വിൽ ഗെറ്റ് സെർവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്. അതേപോലെ തന്നെ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റിയിൽ കിട്ടുന്ന സാധനങ്ങൾ ഒറ്റ സൊസൈറ്റിയിൽ കിട്ടുമെന്നുള്ളതാണ് അതിന് മൾട്ടി പർപ്പസ് എന്നതിൻ്റെ പേര്. ടേൺ ഇൻക്രീസ് ദ മെമ്പർഷിപ്പ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ, അപ്പോൾ ഇതിൻ്റെ ഇൻക്രീസ് ചെയ്തു. ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് സൂപ്പർവൈസറി സ്റ്റാഫ് ആസ് സെവറൽ ആക്ടിവിറ്റീസ് വെർ അണ്ടർടേക്കൻ ബൈ എ സിംഗിൾ സൊസൈറ്റി. അതേപോലെ തന്നെ നമ്പർ ഓഫ് സൂപ്പർവൈസറി സ്റ്റാഫ് അല്ലെങ്കിൽ സെവറൽ ആക്ടിവിറ്റീസിന് വേണ്ടത് ഒറ്റ സിംഗിൾ സൊസൈറ്റീസ് ആയിട്ട് അതിലെന്ത് ചെയ്തു, മിനിമൈസ് ചെയ്തു. As a marketing crops other producers are undertaken by MCC member would be motivated to produce more. ഈ ക്രോപ്സ് മാർക്കറ്റിംഗ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ MPCCയിലൂടെ ആയതുകൊണ്ട് അത് ആൾക്കാർക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകി. ബിസിനസ്സിൻ്റെ വോളിയം ലാർജായി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ചാർജസും ഒക്കെ കമ്പാരിറ്റീവ്ലി ലോ ആയി. Credit with marketing possible to produce of members marketed by MCCC which helps to reduce overdue ഒക്കെ ഇല്ലാതാക്കി. അതായത് തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും പ്രോഫിറ്റബിലിറ്റി ഒക്കെ എന്ത് ചെയ്തു, കൂടുതലാക്കി. അതേപോലെ തന്നെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ്സുകളൊക്കെ ഇതിലൂടെ ഇൻക്രീസ് ഇൻ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് നടത്തി ഇതിലൂടെ ഇൻകം എന്ത് ചെയ്തു, വർദ്ധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസുകളാണ് MPCCക്ക് ഉള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജസും കൂടി പറയാനുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.